കുറച്ചായിട്ട് നാട്ടിലെ വിശേഷങ്ങൾ തന്നെയല്ല വീഡിയോസിൽ. റെസിപ്പി ഇടാൻ മറക്കണമല്ല കേട്ടോ, എനിക്ക് എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇനി കുറച്ചൊക്കെ നമ്മുടെ റെസിപ്പി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ റെസിപ്പിയല്ല, അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല തേങ്ങാപ്പാലിൽ വെച്ചിട്ടുള്ള താറാവ് കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഉരുളി നല്ലപോലെ ഇന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ സ്പൈസസും ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ താറാവ് ഒന്ന് കുക്കറിൽ വേവിച്ചിട്ടാണ് കേട്ടോ എടുക്കണേ. അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കുറച്ച് സവോളയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി എടുത്തിട്ട് ഒന്ന് കുക്കറിൽ ഒരു 4 വിസിൽ വരെ വേവിച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഉരുളിയിലേക്ക് ഒരു പച്ചമുളക് അതുപോലെ സവോള ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ കറി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കണം. അപ്പം അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു തക്കാളിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള താറാവിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം രണ്ടാം പാലിലാണ് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കും. രണ്ടാം പാലിൽ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം വീണ്ടും ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് പറ്റി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. ആവി കയറ്റിയ ബ്രെഡിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ വീട്ടിൽ പാൽക്കപ്പ ഉണ്ടാക്കിയത് കാരണം ഞങ്ങൾ അതിൻ്റെ കൂടെ ആയിട്ടോ കോമ്പിനേഷനായിട്ട് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബൈ.